ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ്. പ്രധാന വേദിക്കരികിൽ ഒരു സ്റ്റാളുണ്ട്. ഈ സ്റ്റാളിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമുക്ക് ആ വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, എന്താണ് ഈ സ്റ്റാളിൻ്റെ ഉദ്ദേശം എന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പം ടെക്നിക്കൽ സ്കൂളിലെ സുത്തമ്പശ്ശേരി ടെക്നിക്കൽ സ്കൂളാണല്ലേ, അവിടുത്തെ മാഷിപ്പം നമ്മൾ ചേരുകയാണ്. എന്താണ് പേര് സാറിൻ്റെ? എൻ്റെ പേര് മിഥുൻ. എന്താണ് നിങ്ങൾ ഈ സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇത്തവണത്തെ സംസ്ഥാന ടെക് ഫെസ്റ്റ് സുത്തമ്പശ്ശേരി ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പബ്ലിസിറ്റിക്കും പിന്നെ ഫണ്ട് സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഇന്നത് സെയിൽ നടത്തുന്നത്. അതായത് പുറത്തുനിന്ന് നമ്മൾ പാർട്സുകൾ മേടിച്ചിട്ട് ടെക്നിക്കൽ ഹൈസ്കൂളിലെ കുട്ടികൾ തന്നെയാണ് അസംബിൾ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നത്. 9 വാട്ട്സ് LED ബൾബാണ് കൊടുക്കുന്നത്. 80 രൂപ നിരക്കിൽ. 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ? അത് എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? പോകുന്നുണ്ടല്ലേ? നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യക്കാർ എത്ര വന്നാലും കൊടുക്കും അല്ലേ? അപ്പോൾ ഈ മേളയിൽ സ്വരൂപിക്കുന്നത് അല്ല, ഈ ബൾബ് ഉണ്ടാക്കുന്ന പൈസ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ? സ്കൂളിൽ ടെക് ഫെസ്റ്റിനായിട്ട് മാറ്റി വെക്കും. അപ്പം നല്ല പബ്ലിസിറ്റി വേണമല്ലോ, നിങ്ങൾ കച്ചവടമൊക്കെ നടക്കണം ഗംഭീരമായിട്ട്. എത്ര പേര് വന്നിട്ടുണ്ട്? ഇന്ന് 2 പേര് വന്നിട്ടുണ്ട്. അപ്പം സമാപനാവധി നല്ല കച്ചവടം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരമൊരു സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. 6ാമത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മേള സുൽത്താൻബത്തേരിയിലാണ് നടക്കുന്നത്. അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി, അവിടെ പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു സ്റ്റാൾ ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ഈ LED ബൾബുകൾ, ഇതിന് 80 രൂപയാണ് ഇതിന് വില. ഈ ബൾബുകൾ വിറ്റ് ഇതിൽ നിന്ന് സ്വരൂപിക്കുന്ന പണം ഈ മേളയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിദ്യാർത്ഥികൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അവസാന ദിവസത്തിലേക്ക് പോകുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ കഴിയുമെന്നാണ് ഈ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും വലിയ പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികളുള്ള എല്ലാവരുടെയും സഹകരണമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. മലനാട് വാർത്തകൾക്ക് വേണ്ടി AC ബൈജുവിനൊപ്പം അരുൺ വിൻസെന്റ്.